ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അച്ചാറിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ് ഇതും കൂടെ ലാസ്റ്റ് സ്റ്റേജ്, ഫൈനൽ സ്റ്റേജ് ഇതുകൂടെ കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് മാങ്ങ അച്ചാർ. എല്ലാം റെഡിയായി കുപ്പിയിലാക്കി വെച്ചു. ഇത് ഞങ്ങൾ ശകലം എടുത്ത് ദോശയ്ക്ക് കഴിച്ചിട്ടോ, നല്ല സ്വാദുണ്ട്. പിന്നെ ഇത് ലോലോലിക്ക അച്ചാർ. ഇത് ഫുള്ള് കുപ്പിയിൽ വെച്ചു. ഇത് എടുത്തില്ല, നാളെ എടുക്കാമെന്ന് വിചാരിച്ചു. മാങ്ങയ്ക്ക് സ്വാദുള്ള കാരണം അതുകൊണ്ടാണ് ദോശ കഴിച്ചത്. പിന്നെ ദോശപ്പൊടി ഉണ്ടായിരുന്നു. ലോലോലിക്ക അച്ചാർ, മാങ്ങ അച്ചാർ. ഇത് രണ്ടും ചുമന്ന മുളകിൻ്റെയാണ്. റെഡ് കളർ കണ്ടില്ലേ ഇതേ, കണ്ട. പിന്നെ ഇനി വേറൊരു സംഭവമുണ്ട്. ഞാനിടയ്ക്ക് ഈ മില്ലറ്റിൻ്റെ കഞ്ഞിയല്ലേ കുടിക്കണേ, അതിനുള്ള സംഭവമാണ് ഇത്. മാങ്ങ കണ്ട, ആ മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞ് ഉപ്പും പുരട്ടി തിളച്ചാറിയ വെള്ളവും ഇത്തിരി വിനാഗിരി ഒഴിച്ച് വെച്ചേക്കണ. കാന്താരിമുളക് ചതച്ചിട്ടു. ഇത് കാന്താരിമുളകും മാങ്ങയും ഇട്ടേക്കണു. ഇതിനകത്ത് ഇഞ്ചിയും മാങ്ങയും കാന്താരിമുളകും ഉപ്പും ഇട്ടു. രണ്ടിലും വിനാഗിരി ഉണ്ട്, ഉപ്പ് വെള്ളമുണ്ട്. ഇത് ഈ ഹിമാലയൻ സോൾട്ടാണേ, അതുകൊണ്ടാണ് ഈ ഇച്ചിരി റെഡ് നിറം വന്നേക്കണത്. അതാണ് ഇപ്പോൾ അച്ചാറിനൊക്കെ ഉപയോഗിക്കണേ. കുറേ അസുഖങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ചെയ്യാവുന്ന നല്ല കാര്യമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ വരണ പോലെയൊക്കെ വരും. അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. സ്റ്റിൽ ദെൻ ബൈ. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ കുറച്ച് ദിവസത്തേക്ക് ഈ അച്ചാറുകളെയൊക്കെ കാണാം. പിന്നെ നമ്മുടെ കടുമാങ്ങ എടുത്ത് വച്ചില്ലേ, കടുമാങ്ങ ചെറിയ കുപ്പിയിലാക്കി. ഇനി ഇതേ ഉള്ളൂ, ഇതോടെ തീർന്നു. പിന്നെ ഇനി ഒരു സാധനം കൂടി ഉണ്ടല്ലോ, എണ്ണമാങ്ങ. എണ്ണമാങ്ങ ഇട്ട് വെച്ച്, ഇത് കഴിഞ്ഞ കൊല്ലം വെച്ചേക്കണതാ. ഇങ്ങനെ 3-4 കുപ്പിയുണ്ട്. ഇനി ഇതും കൂടി ഉള്ളൂ, തീർന്നു. ഇതൊക്കെയാണ് അച്ചാർ വിശേഷം. ഞങ്ങൾ വെജിറ്റേറിയൻ അല്ലേ ഗൈസ്, അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് അച്ചാർ വേണം. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. Till then, bye.